സാറേ, ഇത് അപൂർവമായി കിട്ടുന്ന ഭാഗ്യാണ്. വെറുതെ വാശി പിടിച്ച് സാറത് ഇല്ലാതാക്കരുത്. എന്തു ഭാഗ്യം? ഞാനും എന്റെ ഭാര്യ സത്യഭാമയും മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന ഞങ്ങളുടെ വീട്ടിലേക്ക് സിനിമാക്കാരെന്ന് പറയുന്ന ഒരു സംഘം കയറി വരുന്നു. പിന്നെ അവരായി അവരുടെ തോന്നിവാസമായി. എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. സാറേ, സിനിമ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഞാനൊക്കെ ഒരു ഷൂട്ടിംഗ് കാണാൻ കൊതിച്ച് നടക്കുക. അപ്പോഴാണ് സ്വന്തം വീട്ടിൽ കയറി വരുന്ന ഷൂട്ടിംഗുകാരെ സാറ് പറ്റില്ല എന്ന് പറഞ്ഞു വിടുന്നത്. എന്റെ വീട്ടിൽ ആര് വരണം ആര് വരണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാൻ മാത്രമാണ്. സിനിമാക്കാര് തരുന്ന നക്കാപ്പിച്ച കാശ് വേണ്ട എനിക്കും എന്റെ ഭാര്യയ്ക്കും ജീവിക്കാൻ. കാശിന്റെ കാര്യം മാത്രമല്ല സാറേ, പിന്നെ സാറിന് ചിലപ്പോ സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയാലോ. അതുമല്ല, സാറിനെ കണ്ട നല്ല സുന്ദരനല്ലേ? സത്യം പറഞ്ഞ പല സിനിമാ നടന്മാരെക്കാളും സുന്ദരനാ സാറ്. അത് ശരിയായിരിക്കാം. പക്ഷേ ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. സിനിമയിൽ അഭിനയിച്ച് നേരം കളയാനല്ല സർക്കാർ എനിക്ക് മാസാമാസം ശമ്പളം എണ്ണി തരുന്നത്. അങ്ങനെ പറയല് സാർ. സർക്കാർ ഉദ്യോഗസ്ഥന്മാരായ എത്രയോ സിനിമാ നടന്മാരുണ്ട് കേരളത്തില്. അവർക്ക് സിനിമയിൽ അഭിനയിച്ച് കിട്ടുന്ന നക്കാപ്പിച്ച കാശ് വേണമായിരിക്കും ജീവിക്കാൻ. പക്ഷേ എനിക്കത് വേണ്ട. അല്ല സാറേ, സിനിമയിൽ കാശ് മാത്രമല്ല സാറേ കിട്ടുന്നത്, പ്രശസ്തിയും കൂടെയാ. ഒരു സിനിമയിൽ മുഖം കാണിച്ചാൽ മതി, കേരളം മുഴുവൻ പിന്നെ സാറിനെ തിരിച്ചറിയും. പക്ഷേ ഒരു വില്ലേജ് ഓഫീസർ എന്ന നിലയിൽ ഈ വില്ലേജിലുള്ള സകലർക്കും ഈ മൗനേഷൻ അറിയാം. ഞാനൊരു തഹസിൽദാറായി കഴിയുമ്പോ ഒരു താലൂക്ക് മുഴുവൻ എന്നെ അറിയപ്പെടും. അങ്ങനെ വളർന്ന് 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 ജില്ലാ കളക്ടറായി കഴിയുമ്പോ ആ ജില്ലയിലുള്ള ഒരു മുഴുവൻ ഈ മൗനേഷൻ അറിയില്ലേ? എന്റെ പൊന്നു സാറേ, ജില്ലാ കളക്ടറുടെ പ്രശസ്തിയാണോ സിനിമാ നടന്റെ പ്രശസ്തി? അല്ലെങ്കിൽ തന്നെ ജില്ലാ കളക്ടറെ തിരിച്ചറിയുന്ന എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ. സാറേ, ജില്ലാ കളക്ടർ പോട്ടെ, നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാര്യം തന്നെ എടുക്കാം. ഉമ്മൻചാണ്ടിയും മമ്മൂട്ടിയും കൂടി ചെന്നിറങ്ങിയ ആളുകൾ ആരുടെ പുറകെ പോവും? ഉമ്മൻചാണ്ടിയുടെ ചുറ്റും 100 പേരാണുള്ളെങ്കിൽ മമ്മൂട്ടിയുടെ ചുറ്റും 10,000 പേരുണ്ടാവും. അതാണ് സിനിമയുടെ പകിട്ട്. സാറിപ്പോ ഒരു സിനിമയിൽ അഭിനയിച്ചൊന്നിരിക്കട്ടെ, സിനിമയിൽ അഭിനയിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ വില്ലേജ് ഓഫീസർ ആയിരിക്കും സാറ്. പക്ഷെ എനിക്കങ്ങനെ ഈ സിനിമയിൽ അഭിനയിച്ചിറക്കാനുള്ള സമയമൊന്നുമില്ലല്ലോ. ഒരുപാട് സിനിമയിലൊന്നും അഭിനയിക്കണ്ട സാറേ, കുറച്ച് സിനിമയിൽ അഭിനയിച്ചാൽ മതി. പക്ഷേ അതൊരു ഭാഗ്യം. വീടിപ്പോ ഷൂട്ടിങ്ങിന് കൊടുത്താലും എന്നെ സിനിമയിൽ ഇപ്പൊ അഭിനയിപ്പിക്കുന്നുള്ളതിന് എന്താ ഉറപ്പ്? സാറ് വീട് വാടകയ്ക്ക് എടുക്കുന്ന സംവിധായകനോട് സാറിന്റെ ആഗ്രഹം പറഞ്ഞാൽ മതി. സാറിന്റെ പകുതി സൗന്ദര്യം കഴിവുള്ളവർ പോലും സിനിമയിൽ നായകന്മാരായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല സാറേ. ഒരു ന്യൂ ജനറേഷൻ എന്നുള്ള ഏർപ്പാടുണ്ട്. ആർക്ക് സിനിമ എടുക്കാം, എന്ത് വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം. പച്ച തെറി പറഞ്ഞാലും കുഴപ്പമില്ല. ന്യൂ ജനറേഷൻ ആണെന്ന് പറഞ്ഞോളൂ. സാറായാലും മതി. കിട്ടിയ അവസരം കളയല്ലേ സാർ. ഒരു വെടിക്ക് 2 പക്ഷി. സാറിന് വീടിന്റെ വാടകയും കിട്ടും, കൂട്ടത്തില് സാർ ഒരു സിനിമാ നടനും ആകും. എന്തുപറ്റി? വന്നപ്പോ അതിൽ വലിയ ആലോചനകളാണല്ലോ. ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് അതല്ല ഭാമേ. നിനക്ക് ഈ സിനിമയിൽ അഭിനയിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? ആ അഭിപ്രായമൊക്കെ നമ്മൾ രാവിലെ പറഞ്ഞതാണല്ലോ. അതല്ല, ഈ പറഞ്ഞു വരുമ്പോ ഈ സിനിമ എന്ന് പറയുന്നത് അങ്ങനെ മോശമാണ് എന്ന് പറയാൻ പറ്റില്ല. ഈ സിനിമാ നടന്മാർക്ക് ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനം ചെറുതൊന്നുമല്ല. എങ്ങനെയാവും? നൂറ്റാണ്ടിന്റെ മാധ്യമം എന്നാണ് സിനിമയെ വിളിക്കുന്നത്. ഇത്രത്തോളം ജനങ്ങളെ സ്വാധീനിച്ച മറ്റൊരു മാധ്യമവും ഇല്ല. ഈ ചെറുപ്പത്തിലെ ശ്രമിച്ചിരുന്നെങ്കിൽ ഞാനും ഒരു സിനിമാ നടനായനെ. കോളേജിൽ പഠിച്ചിരുന്നപ്പോ ഞാൻ തകർച്ച എന്നൊരു നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ചിരിക്കുന്നത്? ഞാൻ വിചാരിച്ച അഭിനയിക്കാൻ പറ്റില്ലേ? മോഹനായിട്ട് വിചാരിച്ചാൽ അഭിനയിക്കാനൊക്കെ പറ്റും. അഭിനയിച്ച് വലിയ നടനുമാവും. പക്ഷേ മോഹനേട്ടൻ അങ്ങനെ വലിയ നടനായി കഴിഞ്ഞാൽ ഈ റവന്യൂ വകുപ്പ് പൂട്ടിപ്പോകൂലേ? മോഹനേട്ടൻ ഒരാളുടെ ബലത്തിലല്ലേ
സർക്കാർ ആ വകുപ്പ് കൊണ്ട് നടക്കുന്നത്? കാര്യം പറയുമ്പോ കളിയാക്കരുത്. ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടാ വന്നത്. സിനിമയിൽ അഭിനയിക്കാനാ? അല്ല, ഈ വീട് ഷൂട്ടിങ്ങിന് കൊടുക്കാൻ. സത്യമായിട്ട് ചുമ്മാ ഒരു നല്ല കാര്യത്തിനല്ലേ മാമ, അവര് വരട്ടെ. സത്യമായിട്ട് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. വിശ്വസിക്കണം. നമ്മുടെ വീട്ടില് സിനിമ ഷൂട്ട് ചെയ്യാൻ പോവാ. സോറി, രാവിലെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതിന്. അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു, എനിക്കൊരാഗ്രഹം തോന്നിയാൽ കുറച്ച് വഴക്കുണ്ടാക്കിയിട്ടായാലും മോഹനേട്ടൻ അത് സാധിച്ചു തരുമെന്ന്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ സിനിമാ നടന്മാര് വരുമ്പോ അന്തം വിട്ട് പോയി വായി നോക്കി ഇരുന്നളയരുത്. ഞാനോ? എനിക്ക് നോക്കാൻ ഈ സുന്ദര മുഖമുള്ളപ്പോ ഞാൻ വേറെ ആരുടെ വായി നോക്കാനാ? പക്ഷെ ഈ സിനിമാ നടന്മാരെന്ന് പറഞ്ഞാൽ ഇതിലും ഭയങ്കര സുന്ദരന്മാരായിരിക്കും അല്ലേ? എന്നാൽ എന്റെ മോഹനേട്ടൻ അത്ര വരൂല. അവരുടെ സൗന്ദര്യം വെറും മേക്കപ്പല്ലേ? ആയിരിക്കില്ലേ? ആയിരിക്കും. ഭയങ്കര മേക്കപ്പ് അവരൊക്കെ. മോഹനകൃഷ്ണന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് സത്യഭാമയ്ക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. കാഞ്ചനയും സ്വയംപ്രഭയും ചേർന്ന് തീ കൊടുത്ത അഭിനയമോഹം കൊണ്ടാണ് മോഹനകൃഷ്ണൻ വീട്ടിൽ ഷൂട്ടിംഗ് നടത്താൻ സമ്മതിച്ചതെന്ന് നമുക്കല്ലേ അറിയൂ. സിനിമയിൽ അഭിനയിച്ച കേരളത്തിലെ ആദ്യത്തെ വില്ലേജ് ഓഫീസറായി ചരിത്രം സൃഷ്ടിക്കാൻ ഇറങ്ങിത്തിരിച്ച മോഹനകൃഷ്ണന്റെ ശ്രമത്തിന്റെ ബാക്കി കാണാൻ നാളെ രാത്രി 9 മണിക്ക് കാര്യം നിസ്സാരം കാണുക.